ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ സാമ്പത്തിക തട്ടിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ്. ചുമ്മാ റോബിൻ പറയുന്നത് പോലെ വാഗൊണ്ട് പറയല്ല, തെളിവുകൾ നിരത്തുകയാണ് ആൾക്കാർ. ആൾ ഇത്രയ്ക്കും ഡീസൻ്റ് ആൻഡ് ജെൻറ്റിൽമാനായിട്ട് നടന്നിരുന്നത് ഇത്രയൊക്കെ കടങ്ങൾ എല്ലാവരുടെ നിന്നും വാങ്ങിച്ച് വെച്ചിട്ടാണ്. പുള്ളി കടം വാങ്ങിക്കാത്ത ഒരാളെന്ന് പറയാനായിട്ടില്ല ആരും. എന്നാൽ കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കുമോ? അതുമില്ല. തിരിച്ചു കൊടുത്തിട്ടുണ്ട്, കൊടുത്തവരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേരൊക്കെ. പക്ഷേ എല്ലാവരെയും പറ്റിക്കും എന്നല്ല, എങ്കിലും വാങ്ങിച്ച ആളുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു കൊടുക്കാതെ പിന്നെയും വാങ്ങിക്കാനുള്ളൊരു കഴിവ് അത് റോബിന് മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് പണം കൊടുത്ത് സഹായിച്ച വേദലക്ഷ്മിയും അതേപോലെ തന്നെ അബുൽദേവും അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം തെളിവുകൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് എക്സ്പോസ് ആയിട്ട് ഈ റോബിൻ ഈ വേദലക്ഷ്മിക്കെതിരെയും അതേപോലെ തന്നെ അബുൽദേവിനെതിരെയും ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചു വരുത്തിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ കുറേ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 12 ഈ വേദലക്ഷ്മിയും അതേപോലെ തന്നെ അബുൽദേവും കൂടി ഈ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അതായത് റോബിനെതിരെയുള്ള തെളിവുകളെല്ലാം കൂടുതൽ കാര്യങ്ങളൊന്നും കൂടി പുറത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പം അതെങ്ങാനും പുറത്ത് വന്നു കഴിഞ്ഞാൽ താൻ അടപടലം ആകും. അതായത് അടപടലം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ താൻ പൂട്ട് വീഴും എന്ന് മനസ്സിലാക്കിയ റോബിൻ ഇവർ വിളിച്ചു വരുത്തി ഈ പ്രസ് മീറ്റിങ്ങിൻ്റെ അവിടെ എത്തി. എന്നാൽ ഇത് മനസ്സിലാക്കിയ വേദലക്ഷ്മിയും അതുപോലെ തന്നെ അബുൽദേവും ആ പ്രസ് മീറ്റിംഗ് നടത്താനിരുന്ന സ്ഥലം മാറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ റോബിൻ വന്ന് മൊത്തം അലമ്പുണ്ടാക്കി കാറി കൂവി ബഹളം വെച്ച് ഇവരുടെ ഒരു പ്രൈവസി കൂടി നഷ്ടപ്പെടുത്തി ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിലാക്കും. അതവർക്കറിയാം. ഇവൻ എന്ത് ചെയ്തു? ഇവൻ അവിടെ പോയി പ്രസ് മീറ്റിംഗ് നടത്താനിരുന്ന സ്ഥലത്ത് പോയി നിന്നിട്ട് ഒരു വീഡിയോ ഇട്ടു. അവിടെ ഈച്ച പോയെടുത്ത് പൂച്ച പോലും ഇല്ലെന്ന് പറഞ്ഞ പോലെ അവരുടെ പൊടി പോലും അവന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ആൾ തന്നെ ശശിയായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കാണാം. എല്ലാവരും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം പ്രസ് ക്ലബ്ബിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് പ്രസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെക്കുമെന്ന് പറഞ്ഞ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരുന്നത് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ എറണാകുളം പ്രസ് ക്ലബ്ബിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെ ഒരു പ്രസ് മീറ്റ് വെച്ചിട്ടില്ലെന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഓക്കെ, ഞാൻ മുകളിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ ഇല്ല. ഇപ്പോൾ കുറച്ച് മീഡിയക്കാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ ഉള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം കൂടെ കൊണ്ടാണ് വന്നത്. അപ്പം ഇനി അടുത്ത പ്രസ് മീറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അവിടെയും വരുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഭാഗം പ്രൂവ് ചെയ്തില്ല പറ്റുന്നത്. ഓക്കെ. ഈ വേദലക്ഷ്മിയും അതുപോലെ തന്നെ അബുൽദേവും കൂടി ഈ പ്രസ് മീറ്റിംഗ് സെയിം ഡേറ്റിൽ തന്നെ നടത്തിയെങ്കിലും പക്ഷേ പ്ലേസ് മാറ്റി. ഇവർ എറണാകുളം പ്രസ് ക്ലബ്ബ് പറഞ്ഞ സ്ഥലത്ത് വേറെ പ്ലേസിൽ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നടത്തി പ്രൂഫെല്ലാം പുറത്ത് വിട്ടു. ആ പ്രൂഫ് പുറത്ത് വന്നതോടുകൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നത് റോബിൻ എത്രത്തോളം ബ്രില്യൻ്റ് ആണെന്ന് ഈ കാര്യത്തിൽ. കാരണം ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കഴിഞ്ഞാൽ അയാൾക്കത് തിരിച്ചു കൊടുക്കാതെ തന്നെ പിന്നെയും ഇരട്ടി പൈസ വാങ്ങാനുള്ള പ്രത്യേക കഴിവ് റോബിനുണ്ട്. കാരണം ഒരാളുടെ കയ്യിൽ നിന്ന് 1000 രൂപ നമ്മൾ വാങ്ങിയാൽ ആ 1000 രൂപ തിരിച്ചു കൊടുക്കാതെ അയാൾ ബാക്കി പൈസ പിന്നീട് നമ്മൾ ചോദിക്കുന്ന പൈസ നമുക്ക് തരുമോ? ഇല്ല. പക്ഷേ 1000 രൂപ വാങ്ങിയ ആളെ തന്നെ വീണ്ടും പറ്റിച്ച് 5000 10,000 വാങ്ങിക്കാനുള്ള കഴിവ് വരെ റോബിനുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതൊന്നുമല്ല, ഏറ്റവും കോമഡി എന്ന് പറഞ്ഞ കാര്യം, ഈ പൈസ വാങ്ങുന്നതിന് മുൻപ് റോബിൻ തന്നെ പറയും ഞാനൊരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ ഒരു വീഡിയോ എടുക്കും. അതായത് ഡേറ്റ്, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഇടയിൽ നിന്ന് ഞാൻ ഇത്ര രൂപ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പുള്ളി തന്നെ എടുക്കും അങ്ങോട്ട്. ശരിക്കും ലാസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്കും ഈ വീഡിയോസ് തന്നെ പുറത്ത് വിട്ടപ്പോഴാണ് കൂടുതൽ കോമഡി അതുപോലെ കൂടുതൽ പുള്ളിക്കെതിരെയുള്ള പ്രൂഫും ആയത്. എന്തായാലും ആ വീഡിയോ ഈ അബുൽദേവ് ആ പ്രസ് മീറ്റിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. ഇന്ന് 18/12/2025 ഞായറാഴ്ച, സമയം 7 മണിയാവാൻ പോകുന്ന വൈകുന്നേരം. അപ്പം എനിക്കൊരു 4 ലക്ഷം രൂപ എമർജൻസി ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ അഭിപ്രോവിന്റെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ വാങ്ങാൻ പോവുകയാണ്. നാളെ, അതായത് 19/12/2025 ഫ്രൈഡേ രാത്രി 10 മണിയാകുമ്പം 4,25,000 രൂപയായിട്ട് ഞാനിത് തിരിച്ച് കൊടുത്തിരിക്കും അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ അത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നാളെ രാത്രി 10 മണിയാകുമ്പോൾ ഈ 4,25,000 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കും.
ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇത് അബിൽ ബ്രോ ആണ്. സോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അബിൽ ബ്രോന്റെ പെരുമ്പാവൂരുള്ള വില്ലയിലാണ്. ഇന്ന് ഡിസംബർ 30, 2025 സോ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അബിൽ ബ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,70,75,000 രൂപ ഇനിയും ഞാൻ ഈ പറഞ്ഞ 36,70,75,000 രൂപ അബിൽ ബ്രോന് കൊടുക്കുന്നതാണ്. സോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ പറയുക, ഫോർമലി ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല എനിക്ക് ഒരുപാട് പ്രാവശ്യം ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഇത് ഒരു ലെറ്റർ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നേ ദിവസം എഴുതിയിട്ടുണ്ട്. സോ സൂം ചെയ്ത് ഇതിൽ കാണാൻ പറ്റും. ഞാൻ അത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ജാനുവരി 31, 2026 അതൊരു നമ്മൾ അക്കൗണ്ട് ത്രൂ ബൈ ഹാൻഡ് ആയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യാം, അത് നമ്മൾ ആ ഒരു എമൗണ്ട് റോബിൻ സമ്മതിച്ച് തരാണ്. അപ്പൊ അതിലൊരു ഒരു ഒരു സെറ്റിൽമെന്റ് ഡീൽസ് പോലൊരു കാര്യമാണ്. അപ്പൊ താങ്ക് യു റോബിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. നമ്മുടെ സ്വന്തം അബിൽ ബ്രോ ആണ്. ഇന്ന് ഏപ്രിൽ 28, 2026. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അബിൽ ബ്രോന്റെ കയ്യിൽ നിന്നും ക്യാഷ് ആയിട്ടും അക്കൗണ്ട് വഴിയും ഞാൻ ഓൾമോസ്റ്റ് ഒരു 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടോ, ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപയുണ്ട്. അത് നമ്മളൊരു സെറ്റിൽമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ എമൗണ്ടിന്റെ 5 ലക്ഷം രൂപ വന്നിട്ട് മെയ് 5, 2026 പുള്ളിക്കാൻ അത് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ബാലൻസ് ഉള്ള 40 ലക്ഷം രൂപ മെയ് 20 40 ലക്ഷം രൂപ പുള്ളിക്കാൻ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിതിപ്പോൾ സംസാരിച്ച് ആ ഒരു ഡീല് ക്ലോസ് ചെയ്യാണ്. ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ എടുത്ത് വെക്കുന്നതാണ്. അപ്പം ഹാപ്പി ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് 20 എന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ ഈ വീഡിയോ കൂടി എടുക്കുന്ന റോബിനുള്ളത് പറയാനുള്ളത്. 20th ഇത് തീരും. നല്ല രീതിയിലുള്ള നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വേറെ പ്രശ്നങ്ങളുമില്ല. ഇത് തീരാണ്. അത് ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യക്തിപരമായിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സുവിധ അബിൽ ബ്രോ ആണ്. ഇന്ന് മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം അതെ, 20 പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന മെയ് 28 അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5 അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10 അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15 അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോട് കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിനുവേണ്ടി ഒരു എന്താ പറയാ എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. എഗെയിൻ അതായത് ആദ്യം വാങ്ങിച്ച പൈസ ഒന്നും കൊടുക്കാതെയാണ് പുള്ളി പിന്നെയും ഇത്രയും എമൗണ്ട് ലാക്സ് വാങ്ങിച്ചിരിക്കുന്നത്. കോമഡിയാണ്. ഒരാളെ പറ്റിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് റോബിൻ്റെ പുറകെ നടന്ന ആ ആൾക്കറിയാം അയാൾ എത്രത്തോളം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയെന്ന്. കാരണം അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് ഇങ്ങനെ വേറൊരാൾക്ക് കൊടുത്തിട്ട് ആ ആൾ ഇന്ന് തരും, നാളെ തരും, മറ്റന്നാൾ തരും എന്ന് പറ്റിച്ച് ആളുടെ പുറകെ നടക്കേണ്ടി വരുന്നൊരവസ്ഥ. ഈ വീഡിയോയിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഡേറ്റാണ്. ഡേറ്റ് മാറുന്നതിനനുസരിച്ച് ലാക്സും മാറുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നാൽ ലാക്സ് കുറയുമല്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മന്ത് കഴിയും തോറും. ഇന്ന മാസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ മാസം ആകുമ്പോഴത്തേക്കും ആ എമൗണ്ട് പിന്നെയും 2-3 ലക്ഷം രൂപ കൂടുതൽ വരെ ചോദിക്കുകയാണ് അതിൻ്റെ അടുത്ത മാസം. അത് ഈ പൈസ കൊടുക്കാതെയാണെന്ന് ഓർക്കണം. ഇനി ഇതെല്ലാം പുറത്ത് വന്നല്ല, ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യാനില്ല. കാരണം എല്ലാവരും അറിഞ്ഞു. അപ്പം അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് പിന്നീട് റോബിൻ രാധാകൃഷ്ണൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് എക്സ്പോസ് ആയ ശേഷം എല്ലാവരെയും ഒന്നും കൂടി കൺവിൻസ് ചെയ്യണ്ടേ, ഇതൊന്നും അല്ല ശരി, എൻ്റെ ഭാഗത്ത് ഇനി ശരിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാം. എല്ലാവരും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദലക്ഷ്മിക്കും അബിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള
സാമ്പത്തിക ഇടപാട് ടോട്ടൽ ഓക്കെ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഇടുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.